ഹരിത ഭാരതം ഹരിത ഭാരതം കർഷക ഭാരതം ഹരിത ഭാരതം കർഷക ഭാരതം സസ്യശ്യാമളം ഹരിത ഭാരതം വേദദായകം വന്ദനം ക്ഷീരസാഗരം പുണ്യഭാരതം അഖണ്ഡ ഭാരതം വന്ദനം വിജയങ്ങൾ കൊയ്യാൻ ഇനി നമ്മൾ ഉണരാം കണ്ണെത്താ ദൂരം വരാം ഒന്നിച്ചു പാടാം ഒന്നായി പറക്കാം ആകാശമേഘം തൊടാം ഹരിത ഭാരതം. അസ്തമന സൂര്യന്റെ സുവർണ സ്പർശമേറ്റ പുൽമേടുകളിലൂടെ ഇന്ത്യൻ കാർഷിക സംസ്കാരത്തിന്റെ ബഹുസ്വരതയിലേക്കാണ് ഈ യാത്ര. മധ്യ ഇന്ത്യയിലൂടെയാണ് ഹരിതഭാരതത്തിന്റെ കാർഷിക അന്വേഷണ യാത്രകൾ തുടരുന്നത്. മലകൾ കടന്നും കണ്ണെത്താത്ത താഴ്വരകൾ പിന്നിട്ടും അനന്തവിസ്തൃതമായ ദേശവൈചിത്ര്യങ്ങളിലൂടെ മുന്നേറിയ പാത പൊടുന്നനെ പുരോഗതിയുടെ ഗുഹാ കവാടത്തിലെത്തി. മല തുരന്ന് മനുഷ്യൻ നിർമ്മിച്ച തുരങ്കം ഒരു മുത്തശ്ശി കഥയുടെ കവാടം പോലെ ഞങ്ങളെ ആശ്ലേഷിച്ചു. ഇന്ത്യ അടുത്തകാലത്ത് നിർമ്മിച്ച സുവർണ ചതുഷ്കോണ പാതയിലെ നിരവധി തുരങ്കങ്ങളിലൊന്നാണിത്. വെളിച്ചത്തിന്റെ വർണ്ണപ്പൊട്ടുകൾ പതിച്ച ഈ ഗുഹാപാതകളിലൂടെ ഞങ്ങൾ ചെല്ലുന്നത് മറ്റൊരു മായിക പരിസരത്തിലേക്കാണ്. കൃഷിയെ ആത്മീയതയുമായും അനുഷ്ഠാനങ്ങളുമായും ഇഴചേർത്ത വേദിക് അഗ്രികൾച്ചർ എന്ന കൃഷിരീതിയെ അടുത്തറിയാം. മഹാരാഷ്ട്രയിലെ അമ്നേർ താലൂക്കിലുള്ള പരോള എന്ന ഗ്രാമത്തിലേക്കുള്ള ഈ സന്ദർശനം പൌരാണിക കൃഷി വിജ്ഞാനത്തിലേക്കുള്ള ഒരു മടക്കയാത്ര കൂടിയാണ്. കൃഷിയിലെ സാങ്കേതിക വിദ്യാ മുന്നേറ്റങ്ങൾ മണ്ണുപോലുമില്ലാതെ കൃഷി ചെയ്യാൻ മനുഷ്യരെ പ്രാപ്തരാക്കി കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ പൌരാണിക കാർഷിക വിജ്ഞാനത്തിലൂന്നിയ വേദിക് അഗ്രികൾച്ചർ പോലുള്ള കൃഷി രീതികളും പ്രചരിക്കുന്നു. ഇന്ത്യക്കാർ മറന്നുപോവുകയോ ഉപേക്ഷിക്കുകയോ ചെയ്ത ഇത്തരം കൃഷിരീതികൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വിദേശികളാണ്. മഹാരാഷ്ട്രയിലെ പരോള എന്ന ഗ്രാമത്തിൽ വേദിക് അഗ്രികൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടി തപോവനം എന്ന സ്ഥാപനം നടത്തുന്ന ഓസ്ട്രേലിയക്കാരനായ ബ്രൂസ് ജോൺസൺ വീണ്ടും വേദിക് അഗ്രികൾച്ചറിനെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തുകയാണ്. മഹാരാഷ്ട്രയിലെ പരോളയിലെത്തി താലൂക്ക് ആസ്ഥാനമായ അമ്നേറിലേക്കുള്ള പാതയിലൂടെ അല്പം മുന്നോട്ടു പോയാൽ തപോവൻ എന്ന സ്ഥല സൂചിക കാണാം. കൃഷിയിടത്തിന്റെ സമൃദ്ധിയും കാടിന്റെ പ്രശാന്തതയും സംഗമിക്കുന്ന ഈ കാർഷിക ആശ്രമത്തിലേക്ക് വൃക്ഷനിരകളുടെ ശീതോപചാരമേറ്റുവാങ്ങി ഞങ്ങൾ പ്രവേശിച്ചു. കൃഷിയെ ആരാധനയും ആത്മീയ സാധനയുമായി കാണുന്ന ബ്രൂസ് ആൻഡ് ദമ്പതിമാർ ശുഭ്രവേഷം ധരിച്ച് ഞങ്ങളെ കാത്തുനിന്നിരുന്നു. പ്രകൃതിയുടെ ഓരോ സ്പന്ദനവും തൊട്ടറിഞ്ഞിരുന്ന ആദിമ മനുഷ്യൻ പ്രകൃതിയെ സ്വാധീനിക്കാൻ പഠിച്ചിരുന്നു എന്ന് കരുതുന്നവരാണ് വേദിക് അഗ്രികൾച്ചർ എന്ന ആശയത്തിന്റെ പ്രയോക്താക്കളായ
ഈ ഓസ്ട്രേലിയൻ ദമ്പതിമാർ. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ഹിന്ദുമതമെന്ന് പേരിട്ട് വിളിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ വേദങ്ങൾ നിലനിന്നിരുന്നുവെന്ന ചരിത്ര സത്യത്തിലൂന്നിയാണ് മതവിമുക്തമായ വേദോപാസന ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വേദങ്ങൾ ഒരു പ്രത്യേക മതത്തിന്റെ മാത്രം സ്വന്തമല്ലെന്നും അത് ലോക പൈതൃകത്തിന്റെ ഭാഗമാണെന്നും പ്രഖ്യാപിച്ച ഒരു ആത്മീയ ഗുരു മഹാരാഷ്ട്രയിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ചിരുന്നു. ദക്ഷിണ മഹാരാഷ്ട്രയിലെ കൽക്കോട്ടിൽ ജീവിച്ചിരുന്ന ഗജാനന്ദ് മഹാരാജ് എന്ന ഈ സിദ്ധൻ വേദങ്ങളിലും വൃക്ഷായുർവേദത്തിലും പറയുന്ന കൃഷി സമ്പ്രദായങ്ങളെ ക്രോഡീകരിച്ചു. ഈ കൃഷിരീതി പ്രചരിപ്പിക്കുക ജീവിതവ്രതമായെടുത്ത ഈ സന്യാസിക്ക് മധ്യപ്രദേശിലെ മഹേശ്വറിൽ ഒരു പ്രിയ ശിഷ്യനുമുണ്ടായി. വസന്തറാവു പരാംജപെ എന്ന ഈ സന്യാസിയുടെ ശിഷ്യരാണ് ബ്രൂസ് ജോൺസണും പത്നി ആൻ ഗോഡ്ഫ്രെയും. ഏറെയും അനുഷ്ഠാന സ്വഭാവമുള്ളതാണ് വേദിക് അഗ്രികൾച്ചർ എന്ന കൃഷിരീതി. ഹോമവും മന്ത്രോച്ചാരണവുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. ദിവസവും 2 നേരം അനുഷ്ഠിക്കുന്ന അഗ്നിഹോത്ര എന്ന ലളിതമായ ഹോമമാണ് ഈ വൈദിക കൃഷിയുടെ പ്രധാന ഘടകം. പ്രകൃതിക്ക് നഷ്ടപ്പെട്ട സന്തുലനം ഈ ഹോമത്തിലൂടെ വീണ്ടെടുക്കാമെന്നും അപ്പോൾ പ്രകൃതിയിലുള്ള സർവ്വചരാചരങ്ങൾക്കും ആരോഗ്യവും സമൃദ്ധിയും കൈവരുമെന്നുമാണ് ഇവരുടെ സങ്കല്പം. വേദിക് അഗ്രികൾച്ചർ എന്നും ഹോമ തെറാപ്പി എന്നും പേരിട്ട് വിളിക്കുന്ന ഈ കൃഷിരീതിയുമായി ആദ്യം പരിചയം സ്ഥാപിച്ചത് ആനായിരുന്നു. ഞാൻ 30 വർഷം മുൻപ് ഓസ്ട്രേലിയയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നതായിരുന്നു. അവിടെ അന്ന് അഗ്നിഹോത്രം നടന്നു. ഞാനും അതിൽ പങ്കെടുത്തു. അഗ്നിയുടെ ആ ആരാധന എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാനത് ചെയ്തു തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. അഗ്നിഹോത്രത്തിൽ നിന്ന് കിട്ടിയതുപോലുള്ള ഒരു ഊർജ്ജ പ്രവാഹം ഞാൻ അതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലായിരുന്നു. ആനിന്റെ പുതിയ കണ്ടെത്തൽ ബ്രൂസിനെ അമ്പരപ്പിച്ചു. എന്നാൽ അഗ്നിഹോത്രയിലൂടെ സ്വന്തം ജീവിതത്തിലുണ്ടായ മാറ്റം തന്നെയും ഈ കൃഷിരീതിയുടെ പ്രചാരകനാക്കി മാറ്റി എന്നാണ് ബ്രൂസ് പറയുന്നത്. My wife immediately got attracted to that Agnihotra. എന്റെ ഭാര്യ ചെമ്പിന്റെ പിരമിഡും ചാണകവുമൊക്കെയായി വീട്ടിൽ വന്നപ്പോൾ എനിക്കതൊരു ഷോക്കായിരുന്നു. ഞാൻ അതിനെ എതിർത്തു. എന്നാൽ എന്നെ അനുസരിക്കാതെ ആൻ വീട്ടിൽ അഗ്നിഹോത്രം നടത്താൻ തുടങ്ങി. ഞാൻ അതിനെ അവിശ്വസിച്ചുവെങ്കിലും അത്ഭുതകരമെന്ന് പറയട്ടെ, എന്റെ ആത്മാരോഗം ക്രമേണ സുഖപ്പെടാൻ തുടങ്ങി.